പിന്നെ ഇതിൻ്റെ ഒരു ഹയർ തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായ വിഷൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഹീറ്റ്, ഫയർ, ലൈറ്റ്, വിഷൻ അങ്ങനെ പോകണം. മനോഹരമായ വിഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ ഈ സ്വർഗമൊക്കെ അവിടെ കൊണ്ട് ഫിക്സ് ചെയ്യുന്നത്. മനോഹരമായ വിഷൻസ് എല്ലാം നമുക്ക് ഉണ്ടാകുന്ന വിഷൻ്റെ ഒരു സ്ഥലമാണ് ഇത്. അപ്പോൾ അതുമായിട്ട് അപ്പോൾ ഒരു പ്രാവശ്യം നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്കൊരു വിഷൻ ഉണ്ടായെന്ന് വയ്ക്കുക. നമ്മളിങ്ങനെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനോഹരമായ ഒരു വിഷൻ നമ്മുടെ മുമ്പിൽ വന്നു, നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി ഉണ്ടത്, മനസ്സിൻ്റെ ഒരു തോന്നലായിട്ടല്ല കാണുന്നത്. നമുക്ക് തോന്നൽ സ്വപ്നം കാണുന്നത് പോലെ സ്വപ്നം യഥാർത്ഥമാണ് അല്ലേ? നമ്മൾ സ്വപ്നം കാണുമ്പോൾ യഥാർത്ഥമായിട്ടല്ല ഞെട്ടുന്നതും ധരിക്കുന്നതും ഓടുന്നതും രക്ഷപ്പെടാൻ പോകുന്നതും ഓക്കെ. അപ്പോൾ അതുപോലെ നമ്മൾ മണിപ്പൂർ ചക്രത്തിൽ ഏത് ചക്രത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ കണ്ടൻറ്റ് കിടക്കുന്ന ഡീപ്പർ കണ്ടൻറ്റിനകത്ത് ആക്റ്റീവായി കിടക്കുന്ന കണ്ടൻറ്റ് അത് വളരെ സാത്വിക ഭാവത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണും. ആ സാധനം പ്രൊജക്റ്റ് ചെയ്തിട്ട് പുറത്തുണ്ടായി നിൽക്കും. അപ്പോൾ നമ്മളത് പ്രൊജക്റ്റ് ചെയ്താണെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, പുറത്ത് വന്നതാണ്. അങ്ങനെ എടുത്താലും ഒരു കുഴപ്പമില്ല. ഭഗവാൻ നമ്മുടെ മുമ്പ് വന്ന് അപ്പിയർ ചെയ്തതായിട്ട് തോന്നിക്കുന്നു. നമ്മൾ തോന്നിക്കുന്നു പറഞ്ഞാൽ അത് തോന്നലാണെന്ന് എടുക്കാൻ പറ്റത്തില്ല, കാരണം അത്ര റിയലായിട്ടാണ് നിൽക്കുന്നത്. മുനിമാരൊക്കെ നമ്മളങ്ങ് കാണുന്നില്ലേ? മുനിമാർ വന്നിട്ട് നമ്മളെ ഇങ്ങനെ അനുഗ്രഹിക്കുന്നതൊക്കെ കാണുമ്പോൾ എന്തൊരു സുഖമാണ്. ശരിക്കുമുള്ള നമ്മൾ അത്ര ഒരു റിഫൈൻ പൊസിഷനിൽ, ആ ചക്രത്തിൻ്റെ റിഫൈൻ പൊസിഷനിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഈ വിഷൻ വരുന്നത്. മണിപ്പൂർ ചക്രത്തിൽ അങ്ങനെ ഒരുപാട് വിഷൻസ് ഉണ്ടാവും. അപ്പോൾ അതെന്താണ്? ആ വിഷൻസിൽ നമുക്ക് അഹങ്കാരം കാണിക്കാനൊന്നും നോക്കില്ല. അതിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന പൊസിഷനെ കൺഫേം ചെയ്ത് തരിക. നമ്മളിപ്പോൾ നിൽക്കുന്ന പൊസിഷൻ കറക്റ്റായിട്ട് നിൽക്കുകയാണോ ഇവിടെ എന്നുള്ളതിൻ്റെ കൺഫർമേഷനാണ് ഈ വിഷൻ. അപ്പോൾ വിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടതാണെന്നാണ്. ആ കണ്ടതാണെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ വിശ്വസിക്കാൻ നോക്കില്ല, കാരണം ആക്ച്വലായിട്ട് നിൽക്കുക പുറത്ത്. ഇത് നോക്കുമ്പോൾ ആൾ നിൽക്കുക. അപ്പോൾ പുറത്ത് ആൾ വന്ന് നിൽക്കുന്നത് തന്നെ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഈ നിൽക്കുന്ന ആളും ഈ വിഷനിൽ വന്ന് നിൽക്കുന്ന ആളും സ്വപ്നത്തിൽ വന്ന ആളും ഒന്നും അവിടെ ശാശ്വതമായി നിൽക്കുന്നില്ല. ഒരു സ്റ്റേറ്റിലുള്ളതാണ്. ആ സ്റ്റേറ്റ് അങ്ങ് മാറുമ്പോൾ അതങ്ങ് പോകും. പക്ഷേ അത് നമുക്ക് വിടാൻ പറ്റാത്തത് കൊണ്ട് ഇതൊരു ബെനവലൻ്റ് ആളായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ അത് ഹോൾഡ് ചെയ്യും. നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതിനെ ഹോൾഡ് ചെയ്യും. ഇപ്പോൾ ടിബറ്റൻ ട്രഡീഷനിലൊക്കെ തുൽപ്പ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. ചെറിയൊരു കുട്ടിയാണ് ബാല എന്നൊക്കെ പറഞ്ഞ ദേവി. അതിങ്ങനെ അപ്പിയർ ചെയ്താൽ അത് പോകത്തില്ല. ക്ലാരിറ്റിയോടുകൂടി നമ്മുടെ കൂടെ നിൽക്കുകയാണ്. വളരെ ബലമറ്റൻ്റാണ്. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ട് പോയാലും ആ പ്രസൻസ് കാണും. ആ പ്രസൻസ് ഫിസിക്കലായിട്ട് നമ്മൾ അറിയാത്ത സമയത്ത് പുറത്തുനിന്ന് ഒരു കുട്ടി വന്നിട്ട് അതേപോലെ ബിഹേവ് ചെയ്ത് കാണിക്കുക. നമ്മുടെ കൂടെ ഇങ്ങനെ ഒരാളുണ്ടെന്ന് നമ്മൾ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നമ്മൾ കൂടെ നടക്കുന്നു. അങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേക്കും ആ ആളപ്പോൾ തൽക്കാലം ഇല്ലെങ്കിൽ പുറത്തൊരു കുട്ടി, നമ്മൾ കാണുന്ന ഏതോ ഒരു കുട്ടി ഈ ഫോം അങ്ങ് അസ്യൂം ചെയ്തുകൊണ്ട് ഓടി വരിക. ഇപ്പം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് വെച്ചാൽ ശാസ്ത്രം പിടിച്ചാൽ പറ്റില്ല. ശാസ്ത്രത്തിനകത്ത് ഇതിനൊരു വഴിയില്ല. അപ്പം ശാസ്ത്രം പറയും ഇതെല്ലാം പ്രൊജക്ഷനാണെന്ന് പറയും. നമുക്ക് നിഷേധിക്കാൻ നോക്കില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഈ ലോകമേ പ്രൊജക്ഷനാണ്. ഈ ലോകമേ പ്രൊജക്ഷനാണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്? ലോകം വന്നങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയല്ല. ഈ ലോകത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളെ പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ബേസിസ് മനസ്സിലാക്കുന്നത് കൊണ്ട് ലോകം പ്രൊജക്ഷനാണ്. അങ്ങനെയാണ് ലോകം പ്രൊജക്ഷനായി മാറുന്നത്. ക്ലിയർ അല്ലേ? അത് അങ്ങനെയാണ്. നിങ്ങൾ നോക്കണം, കുറച്ച് അങ്ങോട്ട് നോക്കി പോകുമ്പോഴാണ് അത് ക്ലിയർ ആകുന്നത്. അപ്പോൾ ഇതെല്ലാം ആ വിഷൻ്റെ പാർട്ടാണ്. അപ്പോൾ അതെല്ലാം ശരി തന്നെ. അങ്ങനെ നമ്മൾ ഈ ആരാധിക്കുന്ന ആരാധനാമൂർത്തികളെല്ലാം നമ്മൾ മനസ്സൊരു പർട്ടിക്കുലർ ടൈമിലേക്ക്, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലേക്ക് എത്തി അവിടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മളവിടെ ഇല്ലാതാവുകയും ഈ മനസ്സിൽ നിൽക്കുന്ന ഈ മൂർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കല്പിച്ച് വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം പെട്ടെന്ന് ഔട്ട്സൈഡിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഒന്ന് കാണുക, ഉറക്കാനില്ല. ഇങ്ങനെ ആക്കിയാൽ നമുക്ക് കണ്ണ് കൈ മാറുന്നതും കാണാം, ആൾ നിൽക്കുന്നതും കാണാം.
അല്ലാന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇല്ലയെന്ന് പറയാനും പറ്റത്തില്ല. വേറെ ആരും കാണുന്നില്ല. അതുകൊണ്ട് അവർക്ക് കാഴ്ചയില്ല, നമുക്ക് കാഴ്ചയുണ്ടെന്ന്. ഒക്കെ പറയും. നമ്മൾ സംസാരിച്ചൊക്കെ പറയും. അത് തന്നെ. അദ്ദേഹം സംസാരിച്ചോണ്ട് നമ്മുടെ ഇവിടെ അടുത്തൊരാളുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഇരിക്കുന്നില്ലേ ഈ വീടിരിക്കുന്ന സ്ഥാനത്ത് പണ്ടൊരു വീടുണ്ടായിരുന്നു. പഴയ ഒരു വീടാണ്. ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് ഞാൻ കുട്ടിക്കാലത്ത് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഇവിടുത്തെ തൈക്കാട്ടായ സ്വാമിയുടെ പ്രതിഷ്ഠയില്ലേ ഈ അമ്പലം, ഈ ജംഗ്ഷൻ ഡാണാമുക്ക് എന്ന് പറയുന്ന ഈ ജംഗ്ഷൻ, നമ്മൾ ഈ വഴുതക്കാട് കയറിയിട്ട് നേരെ നടക്കുമ്പോൾ വിമൻസ് കോളേജ് ജംഗ്ഷൻ, അത് കഴിഞ്ഞ് അടുത്ത ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ റോഡിലൊരു ടെമ്പിളുണ്ട്. ആ 4 മുക്കിൽ ക്രോസ് ചെയ്യുന്നിടത്ത് ഇപ്പോൾ ആ ടെമ്പിൾ കുറച്ച് വലുതാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഭാരത് ഭവൻ കഴിഞ്ഞ ഉടനെ ആ ടെമ്പിള് തേക്കാട്ടായ സ്വാമിയാണ് ഇത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സ്വാമിയാണ് അത് പ്രതിഷ്ഠ നടത്തിയത്. സ്വാമി അവിടെ വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് ആ ഭാരത് ഭവനാണ് സ്വാമി താമസിച്ചിരുന്ന വീട്. അപ്പം അവിടെ നിൽക്കുമ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങനെ ആരോ കണ്ണിമാങ്ങ എന്ന് വിളിക്കുന്ന, ഇതാണ് സ്റ്റോറി, വിളിക്കുന്നൊരു ശബ്ദം കേട്ടു. അപ്പോഴത്തേക്കും ആ ശബ്ദം എന്തോ ഫെമിലിയറായിട്ട് അദ്ദേഹത്തിന് തോന്നിച്ചു. ഇതൊരു സ്റ്റോറിയാണ്, ഇപ്പോൾ നമ്മൾ സ്റ്റോറിയിൽ നിന്ന് എടുത്താണ്. അപ്പോൾ അങ്ങനെ വിളിക്കുന്നത് കേട്ടു. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് നടയിൽ ഇരിക്കുകയായിരുന്നു. അവിടെ നിന്ന് പതുക്കെ എണ്ണിച്ച് ഇങ്ങോട്ട് നോക്കി. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു സ്ത്രീ ഒരു കൂടയും വെച്ചുകൊണ്ട് നിൽക്കുന്നു തലയിൽ. അപ്പോൾ കണ്ടപ്പോൾ നല്ല ഒരു കറുത്ത സ്ത്രീയാണ്, ഒരു പ്രത്യേക ലുക്കൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി ഇത് മധുര മീനാക്ഷിയാണെന്ന് അദ്ദേഹത്തിന് തോന്നിച്ചു. അദ്ദേഹത്തിന് അങ്ങനെയാണ് തോന്നിച്ചു. അപ്പോൾ ഇദ്ദേഹം മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോകുമ്പോൾ നട അടച്ചു പോയി. അപ്പോൾ അത് കാരണം അദ്ദേഹത്തിന് അവിടെ പോയിട്ട് ദേവിയുടെ ദർശനം കിട്ടിയില്ല. അത് ഞങ്ങൾക്കൊരു വിഷമം പോലെ തോന്നിച്ചു എന്നാണ് ഒരു കഥ. അപ്പോൾ ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് ഒരു അശരീരി പോലെ കേട്ടു. അപ്പോൾ ശബ്ദങ്ങൾ കേട്ടതുപോലെ, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ റീഡ് ചെയ്തു. അപ്പോൾ നീ വിഷമിക്കേണ്ട, ഞാൻ ഇരിക്കുന്നിടത്ത് വന്നോളാം, ദർശനം തരാമെന്ന് പറഞ്ഞതായിട്ടാണ് ഈ കഥ. അപ്പോൾ അങ്ങനെ ഈ ശബ്ദം ഐഡൻറ്റിഫൈഡായി ഇദ്ദേഹത്തിന്. ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ മൈൻഡിൽ നിന്ന് കണ്ടതായി എടുക്കാൻ നമുക്ക് ധാരാളം പറ്റും. അദ്ദേഹം പ്രൊജക്റ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതാണെന്ന് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആക്ച്വലായിട്ട് ഒരാൾ അവിടെ നിന്നതും ആവാം, അല്ലെങ്കിൽ ഒരാൾ അവിടെ നിന്ന ആളിൽ ഇതെല്ലാം കൂടെ അതിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തതാവാം. ഇതൊന്നും അല്ലാതെ ആക്ച്വലായിട്ട് അവിടെ ഏതോ ഒരു സംഭവം അവിടെ എംബോഡീഡായിട്ട് നിന്നതും ആവാം. ഇത് ഏതാണ് ശരിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ പോസിബിലിറ്റിയും അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു കണ്ടു അദ്ദേഹം. അത് അപ്പം പച്ചമാങ്ങായി കൊച്ച് കണ്ണിമാങ്ങ, അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ദർശനം ഉണ്ടായത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഈ അപ്പിയർ ചെയ്ത സ്ഥലത്ത് ഒരു ടെമ്പിൾ വയ്ക്കണമെന്ന് അദ്ദേഹത്തിന് ഉറച്ചുപോയി. അന്ന് പവർഫുള്ളാണ്. റെസിഡൻസിയിലെ സൂപ്രണ്ടാണ് അദ്ദേഹം. രാജകൊട്ടാരത്തിലെ രാജാവിൻ്റെ ആൾ അല്ലെങ്കിൽ രാജകുടുംബം അദ്ദേഹത്തിനെ സന്യാസിയായിട്ട് മഹാഗുരുവായിട്ട് സങ്കല്പിച്ചിട്ടുമുണ്ട്. അങ്ങനെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവിടെ അമ്പലം പണിയാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഈ അമ്പലം പണിഞ്ഞു. അപ്പോൾ ആ അമ്പലത്തിലെ ഡയറ്റി ഇപ്പോഴും പച്ച നിറത്തിലുള്ള ഡയറ്റിയാണ്. മുഖം വളരെ ഒരു പച്ചയമ്മൻ. അത് തന്നെ. ആ പച്ച നിറത്തിലാണ്, പച്ചയമ്മൻ എന്നാണ് പറയുന്നത്. പേരുമൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അവിടുത്തെ പൂജാരിയാണ് ഇവിടെ ഇതാണ് വീട്. ഇതിൽ താമസിച്ചുകൊണ്ട് പഴയ വീട്ടിൽ ഓല കെട്ടിടമായി. അപ്പോൾ അദ്ദേഹം രാവിലെ വെളുപ്പം കാലത്ത് നമ്മൾ ഇങ്ങനെ വെളുപ്പം കാലത്ത് നടക്കാൻ പോവുകയൊക്കെ എൻ്റെ ചെറുപ്പകാലമാണ്, ഞാനന്ന് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ദിവസം രാവിലെ അതിനകത്ത് വലിയ വർത്തമാനം കേൾക്കുക അമ്പലത്തിനകത്ത്. അപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട, കാരണം എന്നും അവിടുത്തെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പുട്ടമൃതമാണ് പുട്ടമൃതം എന്ന് പറഞ്ഞൊരു സാധനമാണ് അവിടുത്തെ ഈ അവലോസ് പൊടി പോലെ മധുരമുള്ള ഒരു സാധനം, ഉണ്ണിയപ്പം. ഇതാണ് അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും രാത്രി നമുക്ക് അവിടെ കൊടുത്തയക്കും. വലിയ ഇഷ്ടമാണ്. ഞങ്ങളുടെ ഇവിടെ രാവിലെ ഓടിക്കളിക്കുന്ന സ്വാമിയാണത്. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ഞങ്ങൾ കൊച്ചു പിള്ളേരൊക്കെ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് അദ്ദേഹം കൂടെ നമുക്ക് ഓട്ടപ്പന്തയം നടത്താമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ ഓട് എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെ ജയിക്കും. കുറേ പ്രാവശ്യം ജയിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് കയ്യിൽ മറ്റേ സാധനമൊക്കെ ഉണ്ട്. അമ്പലത്തിൽ കൊണ്ടുപോകണം കിണ്ടിയും പൂവെല്ലാം ഉണ്ടാവും. അപ്പോൾ കുറച്ച് പ്രാവശ്യം നമ്മൾ സാറ് അദ്ദേഹം കുത്താൽ റാവു എന്നാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത്, കുത്താൽ മാമൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പല പ്രാവശ്യം ജയിക്കുമ്പോൾ പിന്നെ ഒരു ദിവസം അങ്ങനെ തോക്കും.
അപ്പോൾ ഒരു ദിവസം തോക്കുമ്പോൾ നമ്മൾ ജയിച്ചു. അന്ന് സ്പെഷ്യലായിട്ട് കൊടുത്തയക്കും എന്തെങ്കിലുമൊക്കെ, നമ്മൾ ജയിച്ചിരിക്കുക. അങ്ങനത്തെ ഒരു കുത്താൽ മാമൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ രാവിലെ സംസാരിക്കുക. അപ്പോൾ അവിടെ നിന്ന് ആ റെയിലിങ്സിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ റെയിലിംഗ് ഇപ്പോഴും ആ ഫ്രണ്ട് ഡോറ് ഇങ്ങനെ റെയിലിങ്സ് പോലെ കിടക്കാം. അപ്പോൾ അതിൻ്റെ നോക്കുമ്പോഴത്തേക്ക് അവിടെ വിഗ്രഹം ഇരിപ്പുണ്ട്. ഇദ്ദേഹം അവിടെ നിന്നിട്ട് അവിടെ കൊണ്ടുവന്നൊരു പൂവെല്ലാം കൊണ്ടുവന്ന് വയ്ക്കാൻ, ഇങ്ങനെ ചെവിയിലൊക്കെ ഡയറ്റിയുടെ ചെവിയിലൊക്കെ ഒരു പൂവെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ താടിയിലൊക്കെ തട്ടിയിട്ട് സംസാരിക്കുക. പാപ്പ എന്നാണ് വിളിക്കുന്നത്. ഈ ദേവിയെ അദ്ദേഹത്തിൻ്റെ സാക്ഷാൽ ഒരു രൂപം, ഒരു 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 മനുഷ്യനല്ല, ദേവീ രൂപം, ദേവി അവിടെ ഉണ്ടെന്നാണ്. അങ്ങനെ ദേവിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ആരുടെ അടുത്ത് സംസാരിക്കുന്നതാണെന്ന് നോക്കിയപ്പോൾ ആരുമില്ല, ഇദ്ദേഹം ഡയറ്റിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അപ്പോൾ നല്ല രസമാണ്. ഇദ്ദേഹത്തിൻ്റെ എല്ലാം ഒരു ആൾട്ടേർഡ് സ്റ്റേറ്റിൽ നിന്നിട്ടാണ് പോകുന്നത് ഈ കുത്താൽ മാമൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അങ്ങനെ അത് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഈ വളരെ ഫേമസ് ആയിട്ടുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസരെയാണ്. ഏതാണ്ട് അതുപോലത്തെ ഒരു ട്രാൻസിൽ നിന്നിരുന്ന ഒരു മനുഷ്യനാണ് ഈ കുത്താൽ മാമൻ. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇങ്ങനെ ഭയങ്കര ഈ മാടൻ തുള്ളലൊക്കെ ഉണ്ടല്ലോ, ആ അമ്പലത്തിലുണ്ട് മാടൻ തുള്ളലൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം വലിയ ഗതയൊക്കെ എടുത്ത് തുള്ളും, വലിയ മനുഷ്യനാണ്. അപ്പോൾ ഇങ്ങനെ തുള്ളുന്ന തുള്ളലാണെന്ന് നാട്ടുകാർക്കൊക്കെ മനസ്സിലായി. അവിടുത്തെ കുറച്ച് മാറി ചിന്തിക്കുന്ന കുറച്ച് പയ്യന്മാർ എന്ന അവർക്ക് തോന്നിച്ചു. ഇദ്ദേഹം തുള്ളലെന്ന് വെച്ചാൽ അങ്ങനെ ട്രാൻസിലാണ്, ആക്ച്വലി ട്രാൻസിലാണ്. അപ്പോൾ അവർ എന്നിട്ട് വലിയ ഉരുളിയിൽ ഇങ്ങനെ വെള്ളം തിളപ്പിക്കുക, ഈ മരുന്നൊക്കെ ഇട്ടിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച് അവസാനം പൂക്കലയിൽ കോരി, പൂക്കലയിൽ വെച്ചാൽ പൊള്ളില്ല, ഇങ്ങനെ അടിക്കാം. അപ്പോൾ ഇവർ ഇതിൻ്റെ അടിയിൽ വർക്ക്ഷോപ്പിലെ പയ്യന്മാരാണ്. അവർ ഇതിനകത്ത് അയൺ ഫയലിങ്സ് ഇട്ട് കൊടുക്കും, ആരും അറിയാതെ കൊണ്ടുവന്ന് അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് അറിയാനല്ല, ഇങ്ങനെ പൊള്ളുമോ ഇല്ലയെന്ന് അറിയാനായിട്ട്. ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെങ്കിൽ വേറെ കട്ടി തോലായിരിക്കുമല്ലോ, പൊള്ളുമില്ലെന്ന് നോക്കാം. അങ്ങനെ വെച്ചിട്ട് ഇവരിട്ട് അവസാനം ഇതെല്ലാം കൂടെ ഒരു 4 ഡയറ്റീസ് അവിടെ തുള്ളും. തുള്ളലൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഈ ഉരുളിയോടുകൂടി ഭയങ്കര ശക്തിയാണ് ഈ ഉരുളി പൊക്കാൻ. ഉരുളിയോടുകൂടി പൊക്കിയെടുത്ത് തലയിൽ കൂടെ അങ്ങ് ഒഴിച്ച് ദേഹം മുഴുവൻ ഈ സാധനം ഒട്ടിപ്പോയി. ഒട്ടിയിട്ട് അതെല്ലാം കഴിഞ്ഞ് അങ്ങനെയൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ട്രാൻസിലായതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം അങ്ങ് അമ്പലത്തിൽ പോയി തൊഴുത് അവിടെ വീഴും. വീണ് കഴിഞ്ഞ് ദേഹം മുഴുവൻ കുമ്പള പോലെ ആയിപ്പോയി. അപ്പം ആളുകളൊക്കെ പറഞ്ഞ് ഇത് കേസുണ്ടെന്നോ, ഇത് കേസുണ്ട്, ഇത് ഇവന്മാരെ പിടിക്കണം എന്നോ. കേസൊന്നും ഇല്ല. അപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റ് നിൽക്കുന്ന ആളാണ്. കേസൊന്നും ഇല്ലെന്ന്, അതൊക്കെ ശരിയായല്ലോ. അപ്പോൾ ഇങ്ങനെ ഉള്ള ട്രാൻസ്ഫറുള്ള ആളുകൾ നമ്മുടെ ലൈഫിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഥകളിലാണ് രാമകൃഷ്ണ പരമഹംസരെ കുറിച്ച് കാണുന്നത്. അതേപോലത്തെ ഒരു വ്യക്തിയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കും. സാധാരണഗതിക്ക് ഇത് വട്ടമെന്നല്ലേ പറയാൻ പറ്റും, അല്ല, എന്തോ ഒരു ആൾട്ടേർഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസിലൂടെ ഞാൻ കടന്നു വന്നപ്പോഴത്തേക്ക് ഈ എല്ലാ പോസിബിലിറ്റിയും അതിനകത്ത് കിടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ആക്ച്വലി വേറെ ആരെങ്കിലും നിൽക്കുന്ന ആളിൻ്റെ പുറത്ത് ഇത് ആരോപിക്കാം, ഇല്ലെങ്കിൽ മൈൻഡിൽ നിന്ന് ചുമ്മാ സ്വപ്നം കാണുന്ന പോലെ പകൽ വെളിച്ചത്തിൽ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കാണാം. അതല്ലെങ്കിൽ ഈ പറയുന്ന ഇത് രണ്ടും അല്ലാതെ മറ്റേതോ ഒരു പോസിബിലിറ്റിയിൽ അങ്ങനെ ഒരു സാധനം അവിടെ വന്ന് നിൽക്കാം. എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്, ഒന്നും റൂൾ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയാണ് നമ്മൾ എന്ന് എടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അല്ല ഒന്നിനെ റൂൾ ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ക്രക്സ് എന്താണ്, എന്താണെന്ന് എടുക്കാനായിട്ട് മൈൻഡ് കൊണ്ടല്ലേ ഈ ജോലി ചെയ്യുന്നത്. അപ്പോൾ മൈൻഡിനെ ഹലൂസിനേറ്റ് ചെയ്യുകയും ചെയ്യാം, പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യാം, റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യാം, എല്ലാം ചെയ്യാം. ആ പോസിബിലിറ്റി എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ മണിപ്പൂര ചക്രത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇതുപോലെ വിഷൻസ് ഒരുപാട് പ്രൊജക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ദ പേഴ്സൺ, നല്ല കാം സ്റ്റേറ്റിൽ നിന്ന് ഭക്തിസാന്ദ്രമായ ഒരു മൂഡാണ് അദ്ദേഹത്തിന് നിൽക്കുന്നതെങ്കിൽ, അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റാണ് ആക്റ്റീവായിരിക്കുന്നതെങ്കിൽ ആ സമയത്ത്, അതായത് ഫയർ എലമെൻറ്റ് തന്നെ ആക്റ്റീവായിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് വിഷൻ ഉണ്ടാവും. ആ വിഷൻ എന്ന് പറയുന്നത്, വിഷൻ്റെ ഒരു പർപ്പസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, നമുക്ക് ചില ഡൗട്ടുകളുണ്ടെങ്കിൽ ആ ഡൗട്ട് ആ വിഷനോടുകൂടി മാറിക്കിട്ടും. നമുക്ക് ക്ലാരിറ്റി ഇല്ലാതെ കിടക്കുന്ന സ്ഥലത്ത് കൃത്യമായി കണ്ടാലേ ആ ക്ലാരിറ്റി വരുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് ചിലപ്പോൾ മൈൻഡിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തതാകാം, അല്ലെങ്കിൽ നേച്ചർ തന്നെ അവിടെ ഉണ്ടാക്കിയതാകാം,
എന്തെങ്കിലും ആവാം. പക്ഷേ ഇത് സാധാരണഗതിക്ക് നടക്കുന്നത് ഈ ഫയർ എലമെൻറ്റ് ആക്റ്റീവായിരിക്കുന്ന സമയത്ത് ഇത് സംഭവിക്കും. എസ്പെഷ്യലി മണിപ്പൂർ ചക്രത്തിൽ അതിൻ്റെ റിഫൈൻഡ് പൊസിഷനിൽ നിൽക്കുമ്പോൾ. അതല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വിഷൻസ്, സ്ട്രോങ് ആയിട്ടുള്ള ഡെവലിഷ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ വരാം. ഇത് രണ്ടും ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഒന്ന് വരുന്നത് അതിൻ്റെ നെഗറ്റീവ് ആസ്പെക്റ്റുകളിൽ നിന്ന്, മറ്റേത് വരുന്ന അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഈ റിഫൈൻഡ് പോസിറ്റീവ് തലത്തിൽ നിന്ന് അതുണ്ടാവും. രണ്ടും വരാം. ഇതൊക്കെയാണ് മണിപ്പൂർ ചക്രത്തിൻ്റെ. പിന്നെ ഇത് അൾട്ടിമേറ്റ് സംഭവം നമ്മൾ മനസ്സിലാക്കാൻ സാനിറ്റിയോടുകൂടി നിന്ന് ഇത് കാര്യം കണ്ട് വരികയാണെങ്കിൽ ഈ പ്രൊജക്ഷനൊക്കെ അങ്ങനെ ഉള്ളതാണ് എന്ന് സിമ്പിളായിട്ട് റെക്കഗ്നൈസ് ചെയ്യുകയും ഇതെന്താണ് ഇത് നമ്മളുടെ അടുത്ത് പറയാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവാത്തിടത്തോളം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതിരിക്കുകയും ചെയ്യും. അല്ല, എന്തോ പറയുകയാണ്, നമ്മുടെ മൈൻഡ് സംസാരിക്കുന്നതാവട്ടെ, ആക്ച്വൽ പ്രൊജക്ഷനായി നമ്മൾ പ്രൊജക്റ്റ് ചെയ്താവട്ടെ, പുറത്തുനിന്ന് വന്നതാവട്ടെ, അതെന്തോ സംതിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഈ റാഷണൽ പ്രോഗ്രാമാണ്. അതിനകത്ത് ഇതിനെ കൊള്ളിക്കാൻ ഒക്കില്ല. ഈ സാധനം അങ്ങനെ അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഈ റാഷണൽ പ്രോഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണെന്ന്. ആ പ്രോഗ്രാം എടുത്ത് താണാകുമ്പോൾ വിഷനങ്ങ് പോകും. ഇതാണ് അപ്പോൾ അത് പിന്നെ കണ്ടില്ല. അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മൾ പലരും കണ്ടു കാണും വിഷൻ. നമുക്ക് ഇതിനു മുമ്പുള്ള പ്രീവിയസ് ഗ്രൂപ്പിനകത്ത് കണ്ടിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ഇവിടെ ഒന്നും വെച്ചല്ല, അവരവരുടെ സ്ഥലത്ത് ഏതോ അമ്പലത്തിൽ നിൽക്കുകയോ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ വന്നു നിന്നു മുമ്പ് ചെവിയൊക്കെ ആട്ടി. അപ്പോൾ ഈ ഇഷ്ടദേവത എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് നമ്മൾ ഐഡൻറ്റിഫൈഡ് ആയിട്ട് അതിലങ്ങ് അമാൽഗമേറ്റ് ചെയ്ത് അതൊരു സത്യമായിട്ട് മാറുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പ്രസൻസ് നമുക്ക് എപ്പോഴും ഉള്ളതായിട്ട് കോൺഫിഡൻസ് ആയിട്ടങ്ങ് മാറുക. അതൊരു വേറൊരു വഴിയാണ്, മറ്റൊരു വഴിയാണത്. അപ്പോൾ അതിന് നമുക്ക് നെഗറ്റീവൊന്നും പറയാൻ പറ്റത്തില്ല, അതില്ലാന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല, നമ്മൾ കാണുന്ന. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇതെല്ലാം മണിപ്പൂർ ചക്രത്തിൽ നിന്ന് വരുന്നതാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ പോയിരിക്കുന്നത് ഇപ്പം വലിയ നമ്മൾ എല്ലാം വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കും. പക്ഷേ വിശ്വാസം അതിനകത്തൊരു ചെറിയ മണിപ്പൂർ ചക്രത്തിൽ ചെയ്യുന്നൊരു കാര്യമാണ്. ഈ ആക്ച്വലി ഈ കോൺസെപ്റ്റ്, ബിലീഫ്സ്, ഐഡിയാസ് നമ്മൾ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുക, അനലൈസ് ചെയ്യുകയല്ല. ഈ എക്സാമിൻ ചെയ്യാന്ന് കണ്ടുകൊണ്ടിരിക്കുക. അനലൈസ് ചെയ്താൽ വേറൊരു റൂട്ടിലോട്ട് ഇറങ്ങിപ്പോകും. അനലൈസ് ചെയ്യാതെ ഉള്ളതിനെ അങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഫീലിങ്ങിലേക്ക് നമ്മൾ പോയിട്ട് ആ ഫീലിങ്ങുമായിട്ട് സിങ്ക് ചെയ്തിട്ട് അതിൽ ഒൺനെസ് വന്നിട്ട് അത് നമ്മുടെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ മാറുകയും ആ അനുഭൂതി നമ്മൾ ഹോൾഡ് ചെയ്യുകയും ചെയ്യും. ആ അനുഭൂതിയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. നമ്മുടെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ബേസിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്പിരിച്വൽ അനുഭൂതികളാണ്. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് സ്ലിപ്പായി പോകും. പ്ലഷറല്ല അത്, ഭയങ്കരമായിട്ടുള്ള വേറെ ഒരു സെലിബ്രേഷൻ പോലെ ഒക്കെ കാര്യം. അപ്പോൾ നമുക്കിപ്പോൾ നിർത്താം.